എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഒരു അത്യന്തം വിഷമകരമായിട്ടൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് വെണ്ണൂർപ്പാടം എന്ന സ്ഥലത്തെ പട്ടത്താനത്ത് ജയൻ ഭാര്യ ഉഷ 59 വയസ്സെന്ന വീട്ടമ്മ 28-ാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം 29-ാം തീയതി കാലത്ത് 10 മണിയോട് കൂടിയിട്ടാണ് കൊരട്ടി ക്രിമറ്റോറിയത്തിൽ വെച്ച് സംസ്കാര കർമ്മങ്ങൾ നടന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ വീട്ടമ്മയ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാൻ സാധിച്ചത്. അതായത് 26-ാം തീയതിയാണ് തലകറക്കവും ഛർദിയുമുള്ള ലക്ഷണങ്ങൾ കാണുന്നത്. 27-ാം തീയതി കാലത്ത് ഒരു 11:30 കൂടിയിട്ട് സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് ഈ വീട്ടമ്മയെ ബന്ധുക്കൾ കൊണ്ടുവന്നു. അവിടെ വന്ന് അഡ്മിഷൻ ആവണമെന്ന് പറഞ്ഞു. പക്ഷേ മരുന്ന് വാങ്ങിച്ച് പോരുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം വൈകിട്ട് ഒരു 6:35 കൂടി വീണ്ടും സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. കാരണം ഈ ഛർദിയും തലകറക്കമൊക്കെ വീണ്ടും കണ്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വാർഡിലായിരുന്നു അഡ്മിഷൻ. അതിനുശേഷം ഈ ലക്ഷണങ്ങൾ കണ്ടിട്ട് അവിടുത്തെ ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർക്ക് സംശയം തോന്നിയാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ ഉച്ചയ്ക്ക് ശേഷം ഈ ഉഷ എന്ന് പറയുന്ന വീട്ടമ്മ മരണപ്പെടുകയായിരുന്നു. അന്ന് തന്നെ അവർക്ക് സംശയമുണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർക്ക്. അതുകൊണ്ട് തന്നെ കൂടെ വന്നവർക്കൊക്കെ വാക്സിൻ എടുത്തു. ഈ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ PROനെ അറിയിച്ചത് ഞാനാണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും ഈ വാക്സിൻ തുടർന്ന് എടുക്കുകയുണ്ടായി. അതിനുശേഷം ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിളുകൾ എടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ചേക്കായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ട് മെനഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഈ വീട്ടമ്മ മരിച്ചത് പേവിഷബാധ ഏറ്റിട്ടാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് വീട്ടുകാരുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ സാധിച്ചത്, ഒരാഴ്ച മുൻപ് വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂച്ച വന്ന് മാന്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പേവിഷബാധ ഏറ്റിട്ടുള്ളതും ഈ ഛർദിയും അതുപോലെ തന്നെ തലകറക്കമൊക്കെ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2025 ഇതുവരെ 19 പേവിഷബാധയായിട്ടുള്ള മരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. 19 പേവിഷബാധയായിട്ടുള്ള മരണങ്ങൾ. അതിൽ ഒരു കേസ് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ ട്രൈബൽ ഗൃഹനാഥൻ. പിന്നീട് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അന്നമനട പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഈ വീട്ടമ്മ മരണപ്പെട്ടിരിക്കുന്നു. ഈ വിഷയം വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ട സംഭവമാണ്. പേവിഷബാധയായിട്ടുള്ള ഇത്തരം മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 19 മരണം 2025 കഴിഞ്ഞിട്ടില്ല, അപ്പോൾ 19 മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് 24 അടക്കമുള്ള മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം, വീട്ടിലെ പൂച്ചയായിരുന്നാലും നാട്ടിലെ പൂച്ചയായിരുന്നാലും തെരുവ് നായ്ക്കളായിരുന്നാലും വീട്ടിൽ വളരെ ചേർത്ത് നിർത്തി ഓമനിക്കുന്ന മൃഗങ്ങളൊക്കെ തന്നെയായിരുന്നാലും അത് നമ്മുടെ ജീവനെ ബാധിക്കാവുന്ന സംഭവമാണെന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ അടുത്ത കാലങ്ങളൊക്കെ നമ്മൾ ഈ വളർത്തു മൃഗങ്ങളെ വലിയ രീതിയിൽ താലോലിക്കുന്നുണ്ട്. അവരെ ചേർത്ത് വിളിക്കുന്നു, അവരെ ഉമ്മ വയ്ക്കുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരും. ഈ പേവിഷബാധ ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ പട്ടി നേരെ കടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുറിവുകളിലേക്ക് ഇതിൻ്റെ വൈറസ് വന്നാൽ മതി. ഉദാഹരണം, ഒരു പിടിച്ച ഒരു പട്ടി വായിൽ നിന്നും അതിൻ്റെ സ്രവം ഒലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ തൊട്ട് പിറകിലൂടെ കാലിൻ്റെ അടിയിൽ മുറിവുള്ള ഒരാൾ ഓടിപ്പോവുകയാണെങ്കിൽ ആ മുറിവിലൂടെ ഈ സ്രവം പെട്ടെന്ന് കയറുകയും ഈ വിഷബാധ ഏൽക്കാനും സാധ്യതയുണ്ട്. പേവിഷബാധ ഏറ്റ ആളെ ഗ്ലൗസ് ഇല്ലാതെ പിടിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിൽ മുറിവുകളുണ്ടെങ്കിൽ ഇത് കയറാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കണം. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കേണ്ട കാര്യത്തെപ്പറ്റിയും ഇപ്പോഴും തദ്ദേശഭരണ സംവിധാനങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. രണ്ടാമത്തെ കേസ്, തദ്ദേശഭരണ സംവിധാനങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നൊരു സംഭവമല്ല അത്. കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തിൽ മുന്നേ ഏതെങ്കിലും മന്ത്രിമാർ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കി അതിലൊക്കെ തിരുത്തലുകൾ വരുത്തണമെന്നാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, വളർത്തു മൃഗങ്ങളെയും അതുപോലെ തന്നെ പൂച്ച, പട്ടി തുടങ്ങിയ സംഗതികളൊക്കെ നാം ചേർത്ത് നിർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം, അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പേവിഷബാധയായിട്ടുള്ള മരണം എന്ന് പറഞ്ഞാൽ അത്യന്തം ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള മരണമാണ് ഈ പേവിഷബാധയായിട്ടുള്ള മരണം. തീർച്ചയായിട്ടും ഈ അന്നമനടയിലെ വീട്ടമ്മയ്ക്ക് ഞാൻ ആ സാമ്പിൾ അയച്ചപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് അത് അങ്ങനെ ആവല്ലേ എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ സാമ്പിൾ റിസൾട്ട് വന്നിരിക്കുന്നു. പട്ടത്താനത്ത് ജയൻ ഭാര്യ ഉഷ 59 വയസ്സ്, കഴിഞ്ഞ 28-ാം തീയതി മരിച്ചു. 29-ാം തീയതിയാണ് സംസ്കാരമായിരുന്നത്. അവർ മരിച്ചിട്ടുള്ളത് പേവിഷബാധ ഏറ്റിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ളൊരു പേവിഷബാധയായിട്ടുള്ള മരണങ്ങൾ അത് വരാതിരിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ വളർത്തുമൃഗങ്ങൾ നമ്മളെ നക്കുകയോ അല്ലെങ്കിൽ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്ത് ഉടനെ തന്നെ പ്രതിരോധ വാക്സിൻ എടുക്കാനായിട്ടുള്ള ഇടപെടലിലേക്ക് തയ്യാറാവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.